കവി സച്ചിദാനന്ദന് 80 വയസ്സായി. അപ്പൊ ഇന്നലെ തൃശ്ശൂര് വലിയ ആഘോഷമായിരുന്നു. ഒരുപാട് കവികൾ, കലാകാരന്മാർ ഒക്കെ എത്തിച്ചേർന്നിരുന്നു. മാതൃഭൂമിയെന്ന് തോന്നുന്നത് സംഘടിപ്പിച്ചത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ മാധ്യമങ്ങളോട് പുറത്തു വന്നൊരു കാര്യമാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകേണ്ടിയിരുന്നില്ല എന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്. ഇദ്ദേഹം കുറച്ചു നാൾ മുമ്പ് തന്നെ തുടർഭരണത്തെ കുറിച്ച് ഇതേപോലത്തെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. തുടർഭരണം അത്ര നല്ലതല്ല എന്ന് പറയുന്ന. അപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ തന്നെ അദ്ദേഹം ഇടതുപക്ഷം നിയമിച്ച സാഹിത്യ അക്കാദമിയിലെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലും അദ്ദേഹം പിണറായി വിജയനെതിരെ ഒരു നടപടി, ഒരു അഭിപ്രായ പ്രകടനമായിട്ട് നമ്മൾ കാണുന്നത്. ഇത് എന്തിന്റെ ഒരു സൂചനയായിട്ട് നമ്മൾ കണക്കാക്കാം? ഈ പിണറായി വിജയനോടുള്ള ഇപ്പോഴത്തെ ഒരു പ്രതികരണം അത് സച്ചിദാനന്ദന്റെ വ്യക്തിപരമായ പ്രതികരണമായിട്ട് കാണാൻ പറ്റില്ല. സച്ചിദാനന്ദൻ എപ്പോഴും ഏതെങ്കിലും നിലയ്ക്ക് CPM-നകത്തുള്ള ഏതെങ്കിലും ഒരു ലോബിയുടെ ശബ്ദം സച്ചിദാനന്ദനിലൂടെ പുറത്തു വരികയാണ് പതിവ്. മുമ്പ് അങ്ങനെയാണ്. മിക്കവാറും MA ബേബി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ പാർട്ടിക്കകത്തെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം സച്ചിദാനന്ദനിലൂടെ പുറത്തു വരികയാണ് ചെയ്തത്. തുടർഭരണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ അതാണ്. തുടർഭരണം ദുഷിപ്പിക്കും. CPM-നെ മാത്രമല്ല, ഇടതുപക്ഷത്തെ പൊതുവിൽ ദുഷിപ്പിക്കും. അത് വലിയ അനാശാസ്യരായ പ്രവണതകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തുടർഭരണം ആശാസ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അന്ന് സൈബർ ഗുണ്ടകളുടെ വലിയ വേട്ടയാടൽ സച്ചിദാനന്ദനെതിരെ ഉണ്ടായിരുന്നു. സച്ചിദാനന്ദൻ അന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ മനോഭാവമുള്ള മനുഷ്യരുടെ ഉള്ളിലുണ്ടായിരുന്നൊരു വേവലാതി ഏതോ നിലയ്ക്ക് പുറത്ത് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. പാർട്ടിക്കകത്ത് അങ്ങനെ അതിശക്തമായൊരു വികാരം ഉണ്ടായതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ, പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഒക്കെ വലിയ തോതിൽ UDF-ന് വോട്ട് ചെയ്യുകയും അങ്ങനെ CPM-ന്റെ അടിത്തറ തന്നെ ദുർബലപ്പെടുന്ന രീതിയിലേക്ക് ഒരു കാറ്റുണ്ടാവുകയും ചെയ്തു. ആ ഒരു വലിയ കാറ്റിൻ്റെ പുറത്താണ് UDF 102 സീറ്റിലേക്ക് എത്തിയതും LDF ഒരു 35 സീറ്റിലേക്ക് താഴ്ന്നതും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു വലിയ പ്രവണത പിണറായി വിജയനെ മുമ്പിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതുകൊണ്ടാണ് ഈ വലിയ പരാജയം വന്നത് എന്ന അഭിപ്രായം ശക്തമായി. കാരണം എല്ലാ ഓഡിയങ്ങളിലും പിണറായി വിജയനായിരുന്നു, എല്ലായിടത്തും പിണറായി വിജയൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ പിണറായി വിജയൻ എന്നുള്ള ഒറ്റ ആളിൻ്റെ ഒരു ചിറകിലേറിയിട്ട് ഭരണത്തിലേക്ക് വരാം എന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ മൊത്തം പ്രവണതയായി മാറുകയും ജനങ്ങൾക്കാകട്ടെ പിണറായി വിജയനോടുള്ള വിദ്വേഷം മുഴുവൻ തെരഞ്ഞെടുപ്പിൽ LDF-നെതിരായി വരികയും ചെയ്തു. എന്നിട്ടും ആ പിണറായി വിജയനെ മാറ്റി നിർത്താനല്ല, ഈ പരാജയത്തിൻ്റെ മുഴുവൻ കാരണക്കാരനാണെന്ന് ജനങ്ങളും ഇടതുപക്ഷക്കാരും വിശ്വസിക്കുന്ന പിണറായി വിജയനെ മാറ്റി നിർത്താനല്ല LDF തയ്യാറായത്, അദ്ദേഹത്തെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കി മാറ്റാനാണ്. ഇതിനകത്ത് ഒരുപാട് പേർക്ക് എതിർപ്പുണ്ട്. എന്തുകൊണ്ട് ബാലഗോപാലിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുന്ന ധാരാളം പേരുണ്ട്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, വിജയിച്ച ഒരു ധനമന്ത്രിയായിരുന്നിട്ട് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ചു വന്നയാളാണ്. പലരും ബാലഗോപാലിനെ ഒരു പ്രതിപക്ഷ നേതാവായി കണ്ടവരുണ്ട്. ഒരു പുതിയ തലമുറയിലേക്ക് അധികാരം കൈമാറാൻ പിണറായി വിജയൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന ചോദ്യമുണ്ട്. CPM-നകത്ത് തന്നെ ആ ചോദ്യം വളരെ പ്രബലമാണ്. അതുപോലെ തന്നെ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത്, ഇപ്പം നിയമസഭ കണ്ടവർക്കറിയാം, നിയമസഭയുടെ സത്യപ്രതിജ്ഞാ വേളയിലും സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ പിണറായി വിജയന് യഥാർത്ഥത്തിൽ നടക്കാൻ പറ്റുന്നില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ദുരഭിമാനം കൊണ്ട് ഒരാൾ കൈ പിടിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അങ്ങനെ വെച്ച് നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് 102 അംഗങ്ങളുള്ള ഒരു നിയമസഭ ഭരണപക്ഷത്തെ എങ്ങനെ നേരിടും എന്നുള്ള പ്രശ്നമുണ്ട്. ശക്തനായ, വളരെ ഊർജ്ജസ്വലമായി ഇടപെടുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്, LDF ആവശ്യം. പക്ഷേ LDF-നെ സംബന്ധിച്ച് ഇപ്പം അങ്ങനെ ഒരാളില്ല. വളരെ ദുർബലനായ ഒരു പ്രതിപക്ഷ നേതാവാണുള്ളത്. പ്രായത്തിൻ്റെ പ്രയാസങ്ങളുണ്ട്, രാഷ്ട്രീയമായി അദ്ദേഹം നേരിടുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഇതില് പിണറായി വിജയനെതിരെ മാത്രമായിട്ട് കാര്യങ്ങളെ മാറ്റുകയും, അപ്പോൾ ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ഏകദേശം അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു കേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ ഒക്കെ, അങ്ങനെയാണ് ആ വാക്ക് അവർ ഉപയോഗിക്കുന്നത്, കേന്ദ്രീയ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിനുള്ളിൽ പിണറായി വിജയനിലേക്ക് മുഴുവൻ അധികാരം പോവുകയും ഇതേ ആളുകൾ തന്നെ പിണറായി വിജയനെ ഈ അധികാരം പോകുന്നത് നോക്കിയിരിക്കുകയും അതിനൊരു തരത്തിലുള്ള പ്രതിരോധം കൊടുക്കാതിരിക്കും. അവസാനം ഒരു തോൽവിയുടെ ഘട്ടത്തിൽ മാത്രം ഇത് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ ഒരു പ്രശ്നം അതിലില്ലേ? അതുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് CPM-നകത്ത് അവസാനത്തെ വാക്ക് പിണറായി വിജയൻ തന്നെയായിരുന്നു. പലരും എന്തുകൊണ്ട് മിണ്ടാതിരുന്നു ചോദിക്കുന്നുണ്ട്. ആ മിണ്ടാതിരിക്കുന്നവർ ഇപ്പോഴും അങ്ങനെ മിണ്ടുന്നൊന്നുമില്ല. അവര് സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ മിണ്ടാതിരിക്കുകയും പുറത്ത് മാധ്യമങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിക്കകത്ത്
എതിർപ്പ് ഉയർത്തിയെന്ന് വാർത്ത വരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പല ആളുകളും ഈ കമ്മിറ്റിക്കകത്ത് വലിയ രോഷം ഉയർത്തി എന്ന് പറയുന്നവരൊന്നും മിണ്ടിയിട്ടില്ല. അവർ പക്ഷേ സ്വന്തം അണികളെ കൊണ്ട് ആളുകളെ കൊണ്ട് പത്രങ്ങളിൽ വാർത്ത വരുത്തിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ വാർത്ത വരുത്തിക്കും. അവർ വലിയ തോതിൽ ആഞ്ഞടിച്ചു, എതിർത്തു, ഒരക്ഷരം അവരാരും മിണ്ടിയിട്ടുണ്ടാവില്ല. ഇതാണ് പൊതുരീതി. പിണറായി വിജയൻ്റെ ഭയമാണ് അവർക്ക്. അത് കേന്ദ്രീകൃത ജനാധിപത്യം അല്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് അതൊക്കെ യഥാർത്ഥത്തിൽ ഏട്ടിലെ പശു മാത്രമാണ്. പ്രായോഗികമായിട്ട് അതൊന്നും എവിടെയും ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും നടപ്പിലായിട്ടില്ല. അത് സോവിയറ്റ് യൂണിയനിലായാലും ശരി, വടക്കൻ കൊറിയയിലായാലും ശരി, എവിടെയും അധികാര കേന്ദ്രത്തിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഉൾപാർട്ടി സമരം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും ഫലപ്രദമായി നടന്നിട്ടില്ല. നടന്നിടങ്ങളിലൊക്കെ അതിന് നേതൃത്വം കൊടുത്തവരൊക്കെ പുറത്താക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അത് ട്രോട്സ്കി മുതൽക്ക് വി.എസ്. അച്യുതാനന്ദൻ വരെയുള്ളവരുടെ അനുഭവങ്ങളിൽ അതുണ്ട്. വി.എസ്. അച്യുതാനന്ദനാണ് ഏറ്റവും വലിയ ഉൾപാർട്ടി സമരം നടത്തിയ ആൾ. പക്ഷേ വി.എസ്. എവിടെയാണ് അവസാനം ഉണ്ടായിരുന്നത്? ഏത് കമ്മിറ്റിയിലാണ് ഉണ്ടായിരുന്നത്? ഫലത്തിൽ ഒരു കമ്മിറ്റിയിലും വി.എസ്. ഉണ്ടായിരുന്നില്ല. വി.എസിന് ശബ്ദം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിശബ്ദനായി ഒതുക്കപ്പെട്ട് അവസാനിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ പറയുന്ന നമ്മൾ കരുതുന്ന രീതിയിലുള്ള ഉൾപാർട്ടി ജനാധിപത്യമോ അങ്ങനെ നേതൃത്വം ജനാധിപത്യരായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രീതിയൊന്നുമില്ല. പിണറായി വിജയൻ ദുർബലപ്പെടുമ്പോൾ ആളുകൾ കുറെ കൂടി മോങ്ങാൻ തുടങ്ങും, അത്രയേ ഉള്ളൂ, ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. ഇപ്പോൾ കവി സച്ചിദാനന്ദൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നുണ്ട്. അതേസമയം തന്നെ കേരളത്തിലെ ഒരുപാട് ബുദ്ധിജീവികൾ, എഴുത്തുകാർ, കലാകാരന്മാർ തുടങ്ങിയ ആളുകളൊക്കെ പിണറായി വിജയനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു തുടർഭരണമാണ് ഒരു സാധ്യതയായിട്ട് ഒരു കണക്കാക്കുകയും ചെയ്തിരുന്നു, പറയുകയും ചെയ്തിരുന്നു പല ആളുകൾ. പക്ഷെ അവര് ഈ പരാജയത്തിന് ശേഷവും അവർ നിശബ്ദരാണ്. എന്തുകൊണ്ടാണ് ഇതൊരു അപ്പോൾ സച്ചിദാനന്ദൻ മാഷിന്റെ ഈ ഒരു അഭിപ്രായം ഒരു വ്യക്തിയുടെ അഭിപ്രായമാണോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക മേഖലയുടെ ഒരു അഭിപ്രായം കണക്കാക്കാൻ കഴിയില്ല? ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു മനോഭാവം വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ്. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ കിട്ടണമെങ്കിൽ വീണ്ടും അധികാരം വേണം. ജനങ്ങളെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞ ഗവൺമെൻറ് ഏറ്റവും വലിയ പരാജയപ്പെട്ട ഗവൺമെൻറ്റായിരുന്നു. ജനങ്ങൾക്ക് ജനവിരുദ്ധമായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് അതിലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ എഴുത്തുകാർ കരുതിയത് വീണ്ടും പിണറായിൻ്റെ ബലത്തിൽ വീണ്ടും തിരിച്ചു വരാമെന്നാണ്. അങ്ങനെ വരുമ്പോൾ ചില സ്ഥാനങ്ങളൊക്കെ അവർക്ക് കിട്ടും, ചില സ്ഥലങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റും. പക്ഷെ അത് പൂർണ്ണമായിട്ടും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ചെറിയ തോതിലല്ല, വലിയ തോതിൽ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഈ എന്തെങ്കിലും തരത്തിൽ അധികാരം വീണ്ടും തിരിച്ചു കിട്ടി സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാതെ കരുതിയവരൊക്കെ നിശബ്ദരായിപ്പോയി. സച്ചിദാനന്ദൻ നേരത്തെ തന്നെ ഈ അഭിപ്രായം പറയുകയും CPM സൈബർ ക്രിമിനലുകളുടെ ആക്രമണം ഏറ്റുവാങ്ങുകയും ചെയ്ത ആളാണ്. CPM-നകത്ത് തന്നെ പിണറായി വിജയനോട് വിയോജിക്കുന്ന വലിയൊരു വിഭാഗം സച്ചിദാനന്ദനിലൂടെ പ്രതികരിക്കുകയാണ്. സച്ചിദാനന്ദൻ അവരുടെ ഒരു ശബ്ദമായിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സച്ചിദാനന്ദന് പറയാൻ ധൈര്യം കിട്ടുന്നത് പിണറായി വിജയൻ കുറെ കൂടി ദുർബലനായി എന്നുള്ളതുകൊണ്ടാണ്. ദുർബലനായി എന്നുള്ളതാണ്. ഒരാൾ ദുർബലനാകുമ്പോഴാണ് അയാളുടെ ശത്രുക്കളൊക്കെ സജീവമായി വരിക. ഇനി പിണറായി വിജയനെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള കാലമാണ്. ഗവൺമെൻറ് പുതിയൊരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് പിണറായി വിജയനോട് വലിയ ആനുകൂല്യം കാണിക്കണമെന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തിയിട്ട് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദാനിക്കും മറ്റുള്ളവർക്കും നേടിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അവർക്ക് പിണറായി വിജയനെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു ED റെയ്ഡ് വന്നത്. ഇതുവരെ ചെയ്യാതിരുന്നൊരു കാര്യം ഇപ്പോൾ ചെയ്യുന്നതിന് പിറകിലുള്ളത് ഇനി ഞങ്ങൾക്ക് പിണറായി ആവശ്യമില്ല എന്നവർ കാണിക്കുകയാണ്. അത് ഇനിയും വരും. ലാവ്ലിൻ കേസ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വരും. പിണറായി വിജയൻ കൂടുതൽ ദുർബലപ്പെടും. അപ്പോൾ ഈ ഇതുവരെ നിശബ്ദരായിരുന്ന ആളുകളൊക്കെ പിണറായി വിജയനായിരുന്നു കുഴപ്പക്കാരെന്ന് പറഞ്ഞു തുടങ്ങും. അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്കാണ് സച്ചിദാനന്ദൻ്റെ വാക്കുകളെ കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം.